Toon Bells. യജമാനനെ, ഞാൻ ആ രഹസ്യം കണ്ടുപിടിച്ചു. ആ വിറകുവെട്ടി മോദിയുടെ കയ്യിൽ ഒരു നീല നിറമുള്ള കല്ലുണ്ട്. രാത്രിയിൽ അവൻ ആ കല്ലിനോട് സംസാരിക്കുന്നത് ഞാൻ നേരിട്ട് കണ്ടു. ഈ ഗ്രാമത്തിൽ നടക്കുന്ന അത്ഭുതങ്ങളെല്ലാം ആ കല്ലിന്റെ മഹിമയാണ്. നിബിഡമായ വനങ്ങൾക്ക് നടുവിൽ ഒരു ചെറിയ ഗ്രാമമുണ്ടായിരുന്നു. ആ ഗ്രാമത്തിൽ മോദി ഒരു ചെറിയ മൺകുടിലിൽ താമസിച്ചിരുന്നു. മോദി, നോക്കൂ, ആകാശം എത്ര മേഘാവൃതമാണെന്ന്. മേഘമഞ്ചർ കരുതിരുന്തീരിയു, മച്പയ്യ സദായകത്യു. ഇന്ത് കട്ടലേക്ക് അധികം ഉല്ലേഖ്ടേക്ക് പോക്കരുത്തുമോണെ. അമ്മേ, ആ കാടെനിക്ക് പുതിയതല്ലല്ലോ, എന്നും പോകുന്ന വഴിയല്ലേ. അമ്മ വെറുതെ പേടിക്കണ്ട. എന്താന്നറിയില്ല മോനെ, ഇന്ന് കാട് പഴയതുപോലെയല്ല തോന്നുന്നത്. എന്തോ ഒരു മാറ്റമുണ്ട്. എന്റെ വാക്കുകേട്ട് ഇന്ന് പോകേണ്ടെന്ന് വെക്കൂ. ചേട്ടാ, വരുമ്പോ എനിക്ക് വേണ്ടി എന്തെങ്കിലും പലഹാരങ്കരോ മിഠായോ കൊണ്ടുവരുമോ? ആദ്യം വീട്ടിലേക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങിക്കട്ടെ ഗൗരി. അത് കഞ്ചിത്തീട്ട് നിന്റെ മിഠായെ കാറം നോക്കാം, ശരിയല്ലേ? വേഗം തിരികെ പറഞ്ഞ മുന്നേ. ഞാൻ വേഗം വരാമ. മോദി തെരുവിലേക്ക് വന്നപ്പോൾ ഒരു വൃദ്ധൻ ഭാരമേറിയ വണ്ടി കഷ്ടപ്പെട്ട് തള്ളിക്കൊണ്ടുപോകുന്നത് ശ്രദ്ധിച്ചു. മുത്തശ്ശ, നിങ്ങൾ നിൽക്കൂ. ആ വണ്ടി ഞാൻ തളിക്കോളാം. നിങ്ങൾ സാവധാനം നടന്നുവാരൂ. അയ്യോ മോദി മോനെ, എനിക്ക് വേണ്ടി നീ എന്തിനാണ് എല്ലാ തവണയും ഇത്ര കഷ്ടപ്പെടുത്തു? ഇതിലെന്ത് കഷ്ടപ്പെടാന് മുത്തശ്ശ? വിരക് ചുമക്നേനി ഈ വന്തി തല്ലുന്നത് വലിയ കാര്യമാനോ? ഈ തേനിക് ശിലാമുലൽ പണിയാലല്ലേ. മോനെ, ദൈവം നിന്നെ അനുഗ്രഹിക്കും. അതേസമയം ഭൈരവ് സിംഗ് തന്റെ വേലക്കാരനോടൊപ്പം അങ്ങോട്ട് വരികയായിരുന്നു. ഈ ഗ്രാമത്തിന്റെ വിധി ഇത്രയൊക്കെയുള്ളൂ. ഒരിക്കലും മാറില്ല. ജീവിതകാലം മുഴുവൻ ഇങ്ങനെ ഒരാളുടെ കീഴിൽ കൂലിപ്പണി ചെയ്ത് കഴിയാനാണ് ഇവരുടെ വിധി. സത്യമാണ് യജമാനനെ, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഇവരുടെ അവസ്ഥ എപ്പോഴും ഇങ്ങനെ തന്നെയായിരിക്കും. ദൂരെ നിന്നിതെല്ലാം ശ്രദ്ധിച്ച ഭൈരവ് സിംഗ് പുച്ഛത്തോടെ അവിടെ നിന്ന് നടന്നുപോയി. മോദി കാട്ടിലേക്ക് പോയി. അവിടെ മരം വെട്ടുന്നതിനിടയിൽ നദീതീരത്ത് തിളങ്ങുന്ന ഒരു നീല കല്ല് അവൻ കണ്ടു. മോദി ആ കല്ല് കയ്യിലെടുത്തു. ഉടനെ വലിയ കാറ്റ് വീശാനും മരങ്ങൾ ഉലയാനും തുടങ്ങി. അതേസമയം മോദിയുടെ കയ്യിലെ കല്ലിന്റെ തിളക്കം വർദ്ധിച്ചു. ഭയത്തോടെ മോദി ആ കല്ല് താഴെയിട്ടു. പക്ഷെ ആ കല്ല് താഴെ വീഴാതെ വായുവിൽ തങ്ങി നിന്നു. എന്നെ വെറും ഒരു കല്ലായി കരുതരുത്. ഞാനൊരു അപാരമായ ശക്തിയാണ്. സ്വാർത്ഥതയും അത്യാഗ്രഹവുമുള്ളവർക്ക് ഞാൻ നാശം വരുത്തും. എന്നാൽ മറ്റുള്ളവരുടെ നന്മ ആഗ്രഹിക്കുന്ന നിന്നെപ്പോലെ ശുദ്ധ മനസ്സുള്ളവർക്ക് ഞാൻ ആഗ്രഹിക്കുന്നതെന്തും നൽകും. അമ്മി, കല്ല് സംസാരിക്കുകയാണ്. ആരാണ് മീ? വായുവിൽ ഒഴുകി നടന്ന ആ കല്ല് സാവധാനം ചലിച്ച് വീണ്ടും മോദിയുടെ കയ്യിൽ തന്നെ വന്നു ചേർന്നു. ഭയപ്പെടേണ്ട മോദി, നിന്റെ മനസ്സ് ശുദ്ധമാണ്. അതുകൊണ്ടാണ് ഞാൻ നിന്നെ തേടിയെത്തിയത്. മോദി ആ കല്ല് ജാഗ്രതയോടെ ഒരു തുണിയിൽ പൊതിഞ്ഞ് വീട്ടിലേക്ക് കൊണ്ടുപോയി. അന്ന് രാത്രി മോദിയുടെ അമ്മയുടെ ആരോഗ്യം പെട്ടെന്ന് മോശമായി. ചേട്ടാ, അമ്മയുടെ അവസ്ഥ ഒട്ടും ശരിയല്ല. രാവിലെ മുതൽ ആരോഗ്യം വീണ്ടും മോശമായി. മരുന്ന് വാങ്ങാൻ വീട്ടിലൊരു നയാ പൈസ പോലെ ഇല്ല. എനിക്ക് വലിയ പേടിയാകുന്നു ചേട്ടാ. ഒന്നുമില്ല ഗൗരി, ഞാനുണ്ടല്ലോ. അമ്മയ്ക്കൊന്നും സംഭവിക്കില്ല. എല്ലാം ശരിയാകും. മോദി തുണിയിൽ പൊതിഞ്ഞു വെച്ചിരുന്ന ആ നീലക്കല്ല് പുറത്തെടുത്തു. ഓ മാന്ത്രിക കല്ലേ, നിനക്ക് ശരിക്കും ശക്തിയുണ്ടെങ്കിൽ ദയവായി എന്റെ അമ്മയെ രക്ഷിക്കൂ. ഞങ്ങൾക്ക് അമ്മയാണെല്ലാം. അമ്മയെ പഴയതുപോലെ ആരോഗ്യവതിയാക്കൂ. ആ കല്ല് സാവധാനം പ്രകാശിക്കാൻ തുടങ്ങി. ആ പ്രകാശമേറ്റയുടനെ അമ്മ സാവധാനം കണ്ണു തുറന്ന് മോദിയെ നോക്കി. ചേട്ടാ, നോക്കൂ, അമ്മ ഇപ്പോ സമാധാനമായി ശ്വസിക്കുന്നുണ്ട്. ശ്വാസമെടുക്കുന്നത് സാധാരണ നിലയിലായി ചേട്ടാ. കണ്ടോ ഗൗരി, അമ്മ ഇപ്പോൾ സുഖമായി ഉറങ്ങുകയാണ്. നീയും പോയി കിടന്നു. നാളെയേക്കും അമ്മ പൂർണ്ണമായും സുഖം പ്രാപിക്കും. പിന്നീട് ഒരു രാത്രി മോദി ഒരു പാവപ്പെട്ട കർഷകന്റെ ഉണങ്ങിയ പാടത്തേക്ക് രഹസ്യമായി പോയി. തന്റെ കയ്യിലുള്ള നീലക്കല്ല് പുറത്തെടുത്ത് അതിന്റെ സഹായത്തോടെ ആ ഉണങ്ങിയ പാടത്തെ പച്ചപ്പുള്ളതാക്കി മാറ്റി. അടുത്ത ദിവസം രാവിലെ അവിടെ ജനം തടിച്ചുകൂടി. അരേ, ഈ പാടം ഇന്നലെ വരെ ഉണങ്ങിക്കിടക്കുകയായിരുന്നല്ലോ. ഏതോ വലിയ അത്ഭുതം നടന്നിരിക്കുന്നു ചേട്ടാ.
ഇതെങ്ങനെ സംഭവിച്ചുവെന്ന് എനിക്കറിയില്ല. പക്ഷേ ആ ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടു. ഇതെല്ലാം ദൂരെ നിന്ന് ശ്രദ്ധിച്ച ഭൈരവ് സിംഗ് ആ പച്ചപ്പുള്ള പാടം കണ്ട് സംശയത്തോടെ പുരികം ചുളിച്ചു. എന്താണിത്? ഇന്നലെ വരെ ഒരു തുള്ളി വെള്ളമില്ലാതെ ഉണങ്ങിക്കിടന്ന ഈ പാടം രാത്രിക്ക് രാത്രി എങ്ങനെ ഇത്ര പച്ചപ്പുള്ളതായി മാറി? ഇതെങ്ങനെ സാധ്യമാകും? അറിയില്ല യജമാനെ. ഇതിന് പിന്നിൽ എന്തോ നിഗൂഢതയുണ്ട്. അട്ടാൻഡാനിങ് എനിക്കൊടുന്ന ചയനം പോയി കണ്ടുപിടിക്കൂ. മറ്റൊരു രാത്രി മോദി ആ മാന്ത്രിക കല്ലിന്റെ സഹായത്തോടെ ഒരു പാവപ്പെട്ടവന് പുതിയൊരു കുടിൽ നിർമ്മിച്ചു നൽകി. വേലക്കാരൻ ഒരിടത്ത് ഒളിച്ചിരുന്ന് ഇതെല്ലാം നിശബ്ദമായി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അടുത്ത ദിവസം രാവിലെ തന്റെ പഴയ കുടിലിന്റെ സ്ഥാനത്ത് പുതിയൊരെണ്ണം കണ്ട ആ പാവപ്പെട്ടവൻ അത്ഭുതപ്പെട്ടുപോയി. ഇതെങ്ങനെ സാധ്യമായി? തന്റെ സഹായം വഴിയുണ്ടായ ആ സന്തോഷം മോദി ദൂരെ നിന്ന് തൃപ്തിയോടെ നോക്കി നിന്നു. ആരോടും പറയാതെ അവൻ അവിടെ നിന്ന് മടങ്ങിപ്പോയി. യജമാനനെ, ഞാൻ ആ രഹസ്യം കണ്ടുപിടിച്ചു. ആ വിറകുവെട്ടി മോദിയുടെ കയ്യിൽ ഒരു നീല നിറമുള്ള കല്ലുണ്ട്. രാത്രിയിൽ അവൻ ആ കല്ലിനോട് സംസാരിക്കുന്നത് ഞാൻ നേരിട്ട് കണ്ടു. ഈ ഗ്രാമത്തിൽ നടക്കുന്ന അത്ഭുതങ്ങളെല്ലാം ആ കല്ലിന്റെ മഹിമയാണ്. എങ്കിൽ ആ കല്ല് അവൻ എവിടെയാണ് ഒളിപ്പിച്ചു വെക്കുന്നത്? കൃത്യമായി പറയൂ. അവൻ ആ കല്ല് ഒരു പഴയ തുണിയിൽ പൊതിഞ്ഞ് ആരും അറിയാതെ തൻ്റെ വീട്ടിൽ തന്നെയാണ് ഒളിപ്പിച്ചു വെക്കുന്നത്. ആ മാന്ത്രിക കല്ല് എന്റെ കയ്യിൽ കിട്ടിയാൽ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിമാൻ ഞാനാകും. എന്റെ വാക്കിന് എതിരുണ്ടാകില്ല. പക്ഷേ യജമാനനെ, ആ കല്ലിന് വലിയ മാന്ത്രിക ശക്തിയുണ്ടെന്ന് ഗ്രാമവാസികൾ പറയുന്നു. എനിക്കെന്തോ ചെറിയ പേടി തോന്നുന്നു യജമാനനെ. ഞാൻ ജമീന്ദാറാണ്. എനിക്ക് പേടി എന്താണെന്നറിയില്ല. ആ കല്ല് നീ എവിടെ നിന്ന് കൊണ്ടുവരും, എങ്ങനെ കൊണ്ടുവരും എന്നതൊന്നും എനിക്കറിയണ്ട. ഈ രാത്രി കഴിയുന്നതിന് മുൻപ് അത് എന്റെ അടുത്തുണ്ടാവണം, അത്ര തന്നെ. ഒരു ദിവസം മോദി വീട്ടിലില്ലാത്ത സമയം നോക്കി വേലക്കാരൻ ആ കല്ല് മോഷ്ടിച്ചു. അത് ഭൈരവ് സിംഗിന്റെ കയ്യിലെത്തിച്ചു. ആ രാത്രി ഭൈരവ് സിംഗ് ആ കല്ല് കയ്യിലെടുത്ത് തന്റെ അത്യാഗ്രഹത്തോടെ പൊട്ടിച്ചിരിച്ചു. ഇനി മുതൽ ഈ ലോകത്തിന്റെ അധിപൻ ഞാനാണ്. എവിടെ നോക്കിയാലും സ്വർണ്ണ കൊട്ടാരങ്ങൾ പ്രകാശിക്കണം. ഈ ഗ്രാമവാസികൾ എന്റെ കാൽക്കൽ അടിമകളെപ്പോലെ കരിയണം. എന്റെ വാക്കാണ് നിയമം. ഭൈരവ് സിംഗിന്റെ കയ്യിലിരിക്കെ ആ കല്ലിന്റെ തിളക്കം നഷ്ടപ്പെട്ടു. അതിന്റെ നീല നിറം ക്രമേണ കറുപ്പായി മാറി. കൃത്യം അതേ സമയം പുറത്ത് പെട്ടെന്ന് മിന്നലോടും ഭീകരമായ ഇടിമുഴക്കത്തോടും കൂടി ഒരു കൊടുങ്കാറ്റ് ആരംഭിച്ചു. അത്യാഗ്രഹമാണ് നാശത്തിന്റെ തുടക്കം. ഭയത്തോടെ ഭൈരവ് സിംഗ് ആ കല്ല് എറിഞ്ഞു കളയാൻ ശ്രമിച്ചുവെങ്കിലും അത് അയാളുടെ കയ്യിൽ തന്നെ ഒട്ടിപ്പിടിച്ചു. ആ വലിയ കൊട്ടാരം ഭൂകമ്പമുണ്ടായതുപോലെ കുലുങ്ങി. ചുമരുകൾ വിണ്ടുകീറി ഒരു വശം തകർന്നു വീണു. അമ്മോ, രക്ഷിക്കൂ! ആരെങ്കിലും ഉണ്ടോ? എന്നെ രക്ഷിക്കൂ! ഈ കല്ല് എന്നെ വിടുന്നില്ല. എന്നെ കൊല്ലുകയാണ്. എന്നെ വിട്ടയക്കൂ. ദയവായി ആരെങ്കിലും വന്ന് എന്നെ രക്ഷിക്കൂ. നിന്റെ തെറ്റ് തിരിച്ചറിഞ്ഞ് ക്ഷമ ചോദിക്കുന്നതുവരെ ഈ ശിക്ഷ ഇങ്ങനെ തന്നെ തുടരും. നിനക്ക് മോചനമില്ല. എനിക്ക് തെറ്റുപറ്റി. എന്റെ അത്യാഗ്രഹം കൊണ്ട് എത്ര വലിയ പാപമാണ് ഞാൻ ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായി. എന്നോട് ക്ഷമിക്കൂ. ദയവായി എന്നെ വിട്ടയക്കൂ. എനിക്ക് ജീവൻ തിരിച്ചു നൽകൂ. എന്നെ രക്ഷിക്കൂ. ആ ഇരുട്ടിലും പെയ്യുന്ന മഴയിലും മോദി ഓടിച്ചെന്ന് ഭൈരവ് സിംഗിന്റെ കൊട്ടാരത്തിലെത്തി. അകത്ത് കയറി നോക്കിയപ്പോൾ ഭയന്ന് വിറച്ചു നിലത്ത് വീണു കിടക്കുന്ന ഭൈരവ് സിംഗിനെ കണ്ടു. ആ കല്ല് അയാളുടെ കയ്യിൽ ഒട്ടിപ്പിടിച്ചിരിക്കുകയായിരുന്നു. കൊട്ടാരത്തിന്റെ മറുഭാഗം തകർന്നു വീഴാൻ തുടങ്ങിയ വേളയിൽ മോദി സ്വന്തം ജീവൻ പണയം വെച്ച് ഭൈരവിനെ പുറത്തേക്ക് വലിച്ചിഴച്ചു. മോദി ആ കല്ല് തന്റെ കയ്യിലെടുത്ത ഉടനെ ഒരത്ഭുതം സംഭവിച്ചു. മഴ നിന്നു. ആ കറുത്ത കല്ല് വീണ്ടും നീല നിറമായി തിളങ്ങി. മോദി, വെറുപ്പിന് പകരം നീ ദയ കാണിച്ചല്ലോ. അതാണ് നിന്റെ മഹത്വം. ലോകത്ത് അത്ഭുതങ്ങൾ ചെയ്യുന്ന ശക്തികളേക്കാൾ മറ്റുള്ളവരോട് ക്ഷമിക്കുന്ന ദയയാണ് ഏറ്റവും വലിയ മാന്ത്രിക ശക്തി. എന്നോട് ക്ഷമിക്കൂ മോദി. ഇത്രയും കാലം എന്റെ കണ്ണുകൾ അഹങ്കാരവും അത്യാഗ്രഹവും കൊണ്ട് മൂടിപ്പോയിരുന്നു. ഞാൻ എത്ര മോശക്കാരനാണെന്ന്
ഇന്നെനിക്ക് മനസ്സിലായി. എന്നോട് മനസ്സാവാച ക്ഷമിക്കൂ. തെറ്റ് പറ്റുക എന്നത് എല്ലാവർക്കും സംഭവിക്കുന്നതാണ് ഭൈരവ് സിംഗ് ജി. പക്ഷേ ചെയ്ത തെറ്റ് തിരിച്ചറിയുമ്പോഴാണ് മനുഷ്യൻ മാറുന്നത്. നിങ്ങൾ നിങ്ങളുടെ തെറ്റ് തിരിച്ചറിഞ്ഞല്ലോ, അത് മതി. ഭൈരവ് സിംഗ് തന്റെ തെറ്റ് തിരിച്ചറിഞ്ഞ് പശ്ചാത്താപത്തോടെ കരഞ്ഞു. കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അയാൾ പാവങ്ങളിൽ നിന്ന് തട്ടിയെടുത്ത പണം തിരികെ നൽകി. ഗ്രാമത്തിൽ വിദ്യാലയങ്ങളും കിണറുകളും നിർമ്മിച്ച് അയാൾ ഒരു നല്ല മനുഷ്യനായി മാറി. എല്ലാം ശുഭമായിരിക്കുന്ന ഒരു രാത്രിയിൽ മോദി ആ കല്ല് അത് കിട്ടിയ നദീതീരത്ത് തന്നെ തിരികെ വെച്ചു. എന്റെ ജോലി പൂർത്തിയായി. മാന്ത്രിക കള്ളി ചെയ്യുന്ന അത്ഭുതങ്ങളെക്കാൾ മനുഷ്യൻ കാണിക്കുന്ന മനുഷ്യത്വമാണ് വലുത്. അതാണ് ഏറ്റവും വലിയ മാന്ത്രിക ശക്തി എന്ന് മറക്കരുത്. ആ കല്ല് സാവധാനം വായുവിൽ ഉയർന്ന് വെളിച്ചം വിതറിക്കൊണ്ട് ആകാശത്തേക്ക് യാത്രയായി. മോദി അത്ഭുതത്തോടെ നോക്കി നിൽക്കെ ആ കല്ല് തിളങ്ങുന്ന ആയിരക്കണക്കിന് നക്ഷത്രങ്ങൾക്കിടയിൽ പോയി മറഞ്ഞു. മോദി തന്റെ മുഖത്ത് ഒരു പ്രശാന്തമായ പുഞ്ചിരിയോടെ നിശബ്ദനായി ആകാശത്തേക്ക് നോക്കി നിന്നു.